അഗ്നിപർവ്വതത്തിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ മധ്യപൂർവേഷ്യയിൽ, പ്രത്യേകിച്ച് ഗാസയിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. ഏത് നിമിഷവും ഒരു പൊട്ടിത്തെറി നമുക്ക് ഗാസയിൽ പ്രതീക്ഷിക്കാം. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടി, ഹമാസ് ഭീകരർക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന യുദ്ധം മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണ്. ഇസ്രായേലിൻ്റെ ഗിദെയോൻ്റെ രഥം വീണ്ടും ഗാസയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ ഫാർ റീച്ചിങ് ആയിട്ടുള്ള, ദൂരവ്യാപകമായിട്ടുള്ള ഒരു പ്രത്യാഘാതം ഈ ഒരു സൈനിക നടപടി സൃഷ്ടിക്കാനുള്ള സാധ്യത ഉണ്ട്. ഗാസയിൽ ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ നൽകുന്ന സൂചനകൾ, അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് അരുൺ. ജോൺ, മധ്യപൂർവേഷ്യയിൽ അതിനിർണായകമായിട്ടുള്ള ചില സംഭവവികാസങ്ങൾ ഈ ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നു എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇസ്രായേലും ഹമാസുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾ, ആ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ. അതായത് ഗിദെയോൻ്റെ രഥം വീണ്ടും അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് ഗാസയിലേക്ക് കടക്കുന്നു. അതായത് ഓപ്പറേഷൻ ഗിദെയോൻ ചാരിറ്റ് എന്ന് പറയുന്ന ഇസ്രായേൽ പേരിട്ടിരിക്കുന്ന ഗാസയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സൈനിക ഓപ്പറേഷൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് ഇസ്രായേൽ കടക്കാൻ പോവുകയാണ്. അത് അതീവ നിർണായകമാണ്. ആ രഥത്തിൻ്റെ ചക്രം ഉരുളുന്നത് ഗാസയിലാണെങ്കിലും അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ലോകവ്യാപകമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് നമുക്കറിയാം, ഗാസ മുഴുവൻ പിടിച്ചെടുക്കുക, ഗാസ സിറ്റി മുഴുവൻ പിടിച്ചെടുക്കുക. നിലവിൽ ഏകദേശം 20 ലക്ഷത്തിലധികം പാലസ്തീനികൾ അധിവസിക്കുന്ന ഗാസ ഏരിയയിലേക്ക് കൂടി ഇസ്രായേലിൻ്റെ സൈനിക നടപടി വ്യാപിപ്പിക്കുക, ഗാസ മുഴുവൻ ഒരു കംപ്ലീറ്റ് ഇൻവേഷൻ എന്ന രീതിയിലേക്ക് പോവുക. അതിൽ ഇസ്രായേൽ പറയുന്ന ന്യായം എന്ന് പറയുന്നത്, ഇസ്രായേലിൻ്റെ ഒരു വാദം എന്ന് പറയുന്നത്, ഹമാസിനെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്തെങ്കിൽ മാത്രമേ ഇസ്രായേലിന് അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, എല്ലാ ബന്ദികളുടെയും മോചനവും ഇസ്രായേൽ ലക്ഷ്യമിടുന്നു. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളിന്ന് ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നത്. ഞാൻ അരുണിലേക്ക് വരികയാണ്. നമ്മൾ ഈ ഓപ്പറേഷൻ ഗിദെയോൻ, അതിൻ്റെ ഒരു സെക്കൻഡ് ഫേസ് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു അതിൻ്റെ ആദ്യഘട്ടം എത്രത്തോളം വിജയിപ്പിച്ചെടുക്കാൻ ഇസ്രായേലിന് സാധിച്ചു എന്നൊരു പോയിന്റ് നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ മെയ്യിൽ ആരംഭിച്ച ഓപ്പറേഷൻ ഗിദെയോൻ ചാരിയറ്റ്, അല്ലെങ്കിൽ ഗിദെയോൻ്റെ രഥം എന്നൊക്കെ പറയുന്ന ആ ഒരു മിഷൻ, ആ ഒരു സൈനിക നടപടി എത്രത്തോളം വിജയത്തിലേക്ക് എത്തിക്കുവാൻ ജോർജ്, ഗിദെയോൻ്റെ രഥങ്ങളുടെ ഫസ്റ്റ് ഫേസ് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അതൊരു വിജയമായി എന്ന് ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല. ശരിക്കും പരിശുദ്ധ ബൈബിളിലത്തെ പഴയ നിയമത്തിലെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ 6-ാം അധ്യായം 7-ാം അധ്യായം, ഇതിലാണ് ശരിക്കും ഗിദെയോൻ എന്താണ് ചെയ്തിരുന്നത് എന്നുള്ള ആ കാര്യങ്ങൾ കുറിച്ചിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഗിദെയോൻ്റെ സൈന്യം നേരിട്ടത് മിദിയാൻകാരെയാണ്. മിദിയാൻകാരുടെ അതേ സ്വഭാവമുള്ളവരായിരുന്നു ഗാസയിലുള്ളവർ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ 6-ാം അധ്യായത്തിലെ വചനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഇസ്രായേൽക്കാർ ദൈവത്തിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ചു, അതുകൊണ്ട് അവരെ 7 വർഷത്തേക്ക് മിദിയാൻകാരുടെ കയ്യിലേക്ക് കർത്താവ് വിട്ടുകൊടുത്തു. ഇതാണ് അതിൻ്റെ തുടക്കം. അപ്പോൾ ഇങ്ങനെ അവരുടെ ആ കഷ്ടപ്പാടിൽ വെച്ചിട്ട് അവർ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയാണ്. അപ്പോൾ മിദിയാൻകാർ ചെയ്തുകൊണ്ടിരുന്നത്, അവർ ഇസ്രായേൽക്കാരെ അവരെന്തെങ്കിലും ഒരു കൃഷി ഇറക്കി കഴിഞ്ഞാൽ അപ്പോൾ ആ കൃഷി മുഴുവൻ നശിപ്പിക്കുക. അതായത് ഇസ്രായേലിനെ ശോഷിപ്പിച്ച് കൊണ്ടുവരിക, ഇസ്രായേൽക്കാർക്ക് ഒരു സ്വസ്ഥത കൊടുക്കാതിരിക്കുക. ഇത് തന്നെയാണ് ഗാസയിൽ ഇത്രയും നാൾ ഹമാസും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ മിദിയാൻകാരെ ഭയപ്പെട്ട് ഇസ്രായേൽക്കാർ ഗുഹകളും പർവ്വതങ്ങളിലൊക്കെ തുരങ്കങ്ങളൊക്കെ നിർമ്മിക്കാൻ തുടങ്ങി. ഇതേപോലെ തന്നെ ഹമാസിന്റെ മിസൈലുകൾ കാരണം ഇസ്രായേലും അവർക്ക് ബങ്കറുകളും ബോംബ് ഷെൽട്ടേഴ്സും എല്ലാം അവർക്കും നിർമ്മിക്കേണ്ടി വന്നു. അപ്പോൾ അവസാനം ഇസ്രായേൽക്കാർ നിലവിളിക്കുകയാണ്, കർത്താവിന്റെ മുമ്പിൽ നിലവിളിക്കുകയാണ്. അങ്ങനെയാണ് ഗിദെയോൻ രംഗപ്രവേശം ചെയ്യുന്നത്. കർത്താവ് ഗിദെയോനെ നിയോഗിക്കുകയാണ്. അപ്പോൾ ഗിദെയോന്റെ സൈന്യത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഗിദെയോൻ ആദ്യമേ തന്നെ ഈ മിദിയാൻകാരെ തോൽപ്പിക്കാനുള്ള ദൗത്യം കർത്താവിന്റെ ദൂതനിൽ നിന്ന് ഏറ്റെടുക്കാൻ മടി കാണിക്കുകയാണ് ചെയ്തത്. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ഗിദെയോനെ ശക്തിപ്പെടുത്താണ്. അതിനുശേഷം ഉണ്ടാകുന്നതെല്ലാം കർത്താവിന്റെ ഗൈഡൻസ് പ്രകാരമുള്ള കാര്യങ്ങളാണ് ഇസ്രായേൽ അല്ലെങ്കിൽ ഗിദെയോൻ അന്ന് ചെയ്തത്. അവരുടെ സൈന്യം, ആദ്യം ശേഖരിക്കപ്പെട്ട സൈന്യം 37,000 പേരായിരുന്നു. അതിൽ നിന്ന് 300 ചുരുങ്ങുന്ന ഒരു കഥ നമുക്ക് പരിശുദ്ധ ബൈബിളിൽ കാണാൻ കഴിയും. അപ്പോൾ ഭയപ്പെട്ടിരുന്നവരും ജാഗരൂകതയില്ലാത്തവരും അവരെല്ലാവരും അതിനുള്ളിൽ നിന്ന് പുറത്തായി വെറും 300 പേരെ കൊണ്ടാണ് വെട്ടുകിളികളെ പോലെ അസംഖ്യമായ മിദിയാൻ സൈന്യത്തെ ഗിദെയോൻ കീഴടക്കുന്നത്. ഗിദെയോൻ അതിന് പ്രത്യേകിച്ച് ആയുധങ്ങളൊന്നും ഉപയോഗിച്ചില്ല, കാഹളം മുഴക്കി. പക്ഷെ മിദിയാൻ സൈന്യം പേടിച്ചോടി. ആ പ്രദേശം മുഴുവൻ പിന്നീട് ഇസ്രായേൽ ജനം, അത് ഇസ്രായേലിലെ പല ഗോത്രങ്ങളും വന്ന് ആ ഏരിയകൾ പിടിച്ചെടുക്കുന്നു. ഇതാണ് ഗിദെയോന്റെ കഥ. ഈ ഗിദെയോന്റെ അതേ പേരിട്ടിട്ടാണ് ഗിദെയോന്റെ രഥങ്ങൾ എന്ന പേരിൽ കഴിഞ്ഞ മെയ് 4-ാം തീയതി പ്രഖ്യാപിച്ചു. അതിനുശേഷം അതിന്റെ ഇംപ്ലിമെന്റേഷൻ തുടങ്ങി. അതിൽ പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത് അവരുടെ ഇസ്രായേലിന്റെ ബന്ദികളുടെ മോചനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗാസയുടെ പൂർണ്ണമായൊരു കീഴടക്കലിലേക്കുള്ള സ്റ്റെപ്പുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗാസയിലെ ജനത്തെ മുഴുവൻ റാഫ ഭാഗത്തേക്ക്, തെക്ക് ഭാഗത്തേക്ക് അവരെല്ലാവരെയും ഷിഫ്റ്റ് ചെയ്യുക. അതിനുശേഷം ട്രംപിന്റെ ഒരു റിവേരിയ സൃഷ്ടിക്കുക. അതുപോലെ തന്നെ തെക്ക് ഭാഗത്തേക്ക് ഇവരെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് കൊടുക്കേണ്ട മാനുഷിക സഹായങ്ങൾ അതെല്ലാം ഇസ്രായേലിന്റെ മേൽനോട്ടത്തിൽ വേറൊരു സ്വതന്ത്ര ഏജൻസി, അതുവരെ
അതുവരെ ട്രക്കുകളിലായിട്ട് വന്നുകൊണ്ടിരുന്ന എയ്ഡുകളെല്ലാം ഹമാസിൻ്റെ കയ്യിലാണ് കിട്ടിയിരുന്നത്. അപ്പോൾ ഹമാസ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഹമാസിനെ അതിൽ നിന്നെല്ലാം മാറ്റി ഇവർ മാനുഷിക ഇടനാഴി നിർമ്മിച്ചു, സ്ഥലങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തു, ഖാൻ യൂനിസും റാഫി അടക്കമുള്ള സ്ഥലങ്ങളെല്ലാം സെപ്പറേറ്റ് ചെയ്തു. അങ്ങനെ ആണ് അവർ അത് വിഭാവനം ചെയ്തത്. പക്ഷേ നമുക്കത് നോക്കുമ്പോൾ ഇപ്പോൾ അത് എത്രത്തോളം വിജയിച്ചു, ഇതായിരുന്നല്ലോ ജോർജിയുടെ ചോദ്യം, എത്രത്തോളം വിജയിച്ചു എന്ന് ചോദിച്ചാൽ 75% ഗാസയുടെ സ്ഥലങ്ങൾ ഇസ്രായേലിന് ഇപ്പോൾ അവരുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ഇതാണ് ഒന്നാമത്തെ നേട്ടം. അതോടൊപ്പം തന്നെ ഈ പ്രദേശങ്ങളിലുള്ള തുരങ്കങ്ങൾ, ഹമാസിന്റെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ, അവരുപയോഗിച്ചിരുന്ന ബിൽഡിങ്ങുകൾ, ഇതെല്ലാം തകർക്കാൻ സാധിച്ചു. ഇനി ഇസ്രായേലിന് സാധിക്കാതെ പോയ കാര്യങ്ങൾ, ഗിരിയൻ ചാരിറ്റ്സിൽ ഇസ്രായേലിന് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ അവർ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ വിജയത്തിലെത്തിക്കാൻ സാധിക്കാത്തതാണ്. ഒന്ന്, സഹായ വിതരണം, എയ്ഡ് ഡിസ്ട്രിബ്യൂഷൻ, അത് ഫെയിലായി പോയി. അത് ഹമാസിനെ മാറ്റിയുള്ളൊരു സംവിധാനമായിരുന്നു അവർ പ്ലാൻ ചെയ്തത്. പക്ഷേ അത് പിന്നീട് ഗാസയിലെ പട്ടിണി, അതുപോലെ തന്നെ അവിടെ ചില വെടിവെപ്പുകളുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും UN മറ്റു സംഘടനകളൊക്കെ വന്നു. അപ്പോൾ വീണ്ടും ഹമാസിന്റെ കൈകളിലേക്ക് ഈ എയ്ഡുകൾ എത്തുന്ന അവസ്ഥ വരുന്നു. അപ്പോൾ ഹമാസിന്റെ തന്നെ നിയന്ത്രണത്തിൽ അവിടുത്തെ ജനം, അതിനു മുമ്പ് ഇസ്രായേൽ വിചാരിച്ചിരുന്നത് ഹമാസിന്റെ നിയന്ത്രണത്തിൽ നിന്ന് അവരെ മാറ്റുക എന്നുള്ളതായിരുന്നു. അത് നടന്നില്ല. 2, ഒരു ബന്ദിനെ പോലും മോചിപ്പിച്ചെടുക്കാനായിട്ട് ഇസ്രായേലിന് സാധിച്ചില്ല. 3, ഈ ജനങ്ങൾ മുഴുവൻ ഷിഫ്റ്റ് ചെയ്യുമെന്നാണ് അവർ പ്ലാൻ ചെയ്തത്. അതായത് അവരൊരു മാനുഷിക ഇടനാഴി നിർമ്മിച്ചു, അവിടേക്ക് ജനങ്ങൾ മുഴുവൻ എത്തുമെന്ന് വിചാരിച്ചു. ഭൂരിഭാഗം ജനങ്ങളും അവിടേക്ക് എത്തിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴും ഗാസ നഗരത്തിൽ 10 ലക്ഷത്തിലേറെ പേര് ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ മധ്യ ഗാസയിലും ഒരു 3 ലക്ഷത്തോളം ഉണ്ട്. മറ്റു പല ഭാഗങ്ങളിലായിട്ട് 6 ലക്ഷത്തോളം ജനങ്ങൾ ഇപ്പോഴും നിൽക്കുന്നു. അപ്പോൾ ആ പ്ലാനും ഇസ്രായേലിന് വിജയിപ്പിച്ചെടുക്കാനായിട്ട് സാധിച്ചില്ല എന്ന് വേണം പറയാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗാസ നഗരത്തെ തൊടാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഗാസ സിറ്റിയെ തൊടാൻ പറ്റിയില്ല. ഗാസ സിറ്റിയിലാണ് ഹമാസ് ഉള്ളത്, പക്ഷേ ഗാസ സിറ്റിയിലാണ് ബന്ദികളുള്ളത്. ഈ ബന്ദികളെ തൊടാതെ, അല്ലെങ്കിൽ ബന്ദികൾക്ക് ഒരു അപകടവും ഇല്ലാതെ ഗാസ സിറ്റിയിലേക്ക് പ്രവേശിക്കാനായിട്ട് ഇസ്രായേലിന് കഴിയുന്നില്ല. അവിടെയാണ് ഇസ്രായേലിന് പറ്റിയ വലിയൊരു പരാജയം. അവരുടെ പ്ലാനുകളൊന്നും തന്നെ പൂർണ്ണമായിട്ട് വിജയിപ്പിച്ചെടുക്കാനായിട്ട് ഈ ഗിരിയൻ ചാരിറ്റ്സിൽ കഴിഞ്ഞിട്ടില്ല. ഇനി അടുത്ത സ്റ്റെപ്പ് തുടങ്ങിയാണ്. ഗാസയുടെ പൂർണ്ണ നിയന്ത്രണത്തിന് വേണ്ടി ഗാസ സിറ്റി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. അത് ഒരുപക്ഷെ ഒരു വലിയൊരു കൂട്ടക്കുരുതിക്ക്, കാരണം അവർ ചെല്ലുന്നത് ഹമാസിന്റെ താവളത്തിലേക്കാണ്. ഹമാസിനെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ഹമാസിന് പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ജനത്തിന്റെ ഇടയിലേക്കാണ് ഇനി അവർ പ്രവേശിക്കാൻ പോകുന്നത്. അത് വലിയൊരു കൂട്ടക്കുരുതിയിലേക്ക്, ഇസ്രായേലിനെയും ഹമാസിനെയും സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു ആൾനാശത്തിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലിനെ ബന്ദികളാക്കപ്പെട്ടിരിക്കുന്ന സ്വന്തം പൗരന്മാരെ വീണ്ടെടുക്കാനും, ഏകദേശം ഇനി 20 പേരാണ് അവിടെ ജീവനോടെ അവശേഷിക്കുന്നത്. അവരെ ഇനി തിരിച്ചു കിട്ടുമോ എന്ന കാര്യം സംശയമാണ്. പക്ഷേ ഇസ്രായേൽ ഇറങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രതിരോധ മന്ത്രി കാറ്റ്സ് ആണ് ഈ കാര്യം അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ ഇറങ്ങിക്കഴിഞ്ഞാൽ, അവർ നഗരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർ അവരുടെ ദൗത്യം പൂർത്തിയാക്കിയിട്ട് അവർ മടങ്ങുകയുള്ളൂ. ഈ സമയത്തും ഹമാസിന് ചെയ്യാവുന്നത് ഇസ്രായേൽ പറയുന്ന ഒറ്റ വാക്കേ ഉള്ളൂ: ഞങ്ങൾക്ക് ഘട്ടം ഘട്ടമായുള്ള ബന്ദിമോചനം വേണ്ട, ഞങ്ങളുടെ ജീവനോടെയുള്ളവരെയും മരിച്ചവരുടെ ശരീരങ്ങളും കൈയോടെ ഇപ്പോൾ തന്നെ തരിക, ഇപ്പോൾ തന്നെ ഞങ്ങൾ യുദ്ധം പൂർണ്ണമായിട്ട് നിർത്താൻ തയ്യാറാണ്, അല്ലാതെ ഘട്ടം ഘട്ടമായുള്ള ഒരു വെടിനിർത്തലിനെ കുറിച്ച് ഞങ്ങളോട് പറയേണ്ട കാര്യമില്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അപ്പോൾ യുദ്ധം മറ്റൊരു രൂപത്തിലേക്ക് കടക്കുകയാണ്. ഏകദേശം 65,000-ഓളം പേര് കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ഇനി ഈ ഗാസയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ജോൺ, അരുൺ സൂചിപ്പിച്ചതുപോലെ യുദ്ധം ഒരു പുതിയ രൂപത്തിലേക്കും പുതിയ ഭാവത്തിലേക്കും ഗാസയിൽ പ്രവേശിക്കുകയാണ്. നമുക്കറിയാം, 22 മാസത്തിലധികമായി നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം. 2023 ഒക്ടോബർ മാസം 7-ാം തീയതി ഹമാസ് ഭീകരർ നടത്തിയ ആ ക്രൂരതയ്ക്ക് മറുപടിയായി ഇസ്രായേൽ ഗാസയ്ക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു യുദ്ധം, തിരിച്ചും ഹമാസ് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നു. ഇരുപക്ഷത്തും ആൾനാശം കാര്യമായി തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഹമാസിനാണ് കൂടുതൽ ആൾനാശം സംഭവിച്ചിട്ടുള്ളത്. ഏകദേശം 20,000-ത്തിലധികം അവരുടെ ഭീകരർ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിനും നിരവധി സൈനികരെയും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ നഷ്ടങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ അത് വലിയൊരു സംഖ്യയിലേക്ക് ചിലപ്പോൾ പോകാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ ഒരു ചോദ്യം ഇതാണ്: ഇത്രയും നാളുകളായിട്ടും എന്തുകൊണ്ട് ഈ ഇസ്രായേലും ഹമാസും ഇങ്ങനെ പരസ്പരം പോരടിച്ചുകൊണ്ട് ഇരിക്കുന്നു? എന്ത് ചേതോവികാരമാണ് ഇവരെ ഒരു ശത്രുതയിലേക്ക് നയിക്കുന്നത്? നമ്മൾ പലതവണ ചർച്ച ചെയ്താണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു യുദ്ധം പുതിയൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു എന്ന വാർത്തകൾ വരുന്ന പശ്ചാത്തലത്തിൽ അത് കുറേ കൂടി ഒരു അനലിറ്റിക് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്കതൊന്ന് പങ്കുവയ്ക്കാം. ഏകദേശം 3-4 വർഷങ്ങളായിട്ടുള്ള ഈ യുദ്ധം, അതിൻ്റെ പിന്നിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 3-4 വർഷത്തെ ഒരു ശത്രുതയല്ല, വേണമെങ്കിൽ നമുക്കൊരു 10-60 വർഷത്തെ വേണമെങ്കിൽ അങ്ങനെ പറയാം. ഒരു നീണ്ട ഒരു ശത്രുത ഈ പാലസ്തീനും ഇസ്രായേലും തമ്മിലുണ്ടായിട്ടുണ്ട്. ഇത് ശത്രുത എന്നതിനേക്കാൾ ഉപരി അവരുടെ ലാൻഡിനെ, ചരിത്രപരമായിട്ട്
ടെറിറ്റോറിയലായിട്ട്, അതുപോലെ തന്നെ റിലിജൻ, മതപരമായിട്ടുള്ള കാര്യങ്ങൾ തമ്മിലുള്ള ക്ലാഷാണ് അവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം ഈ ഹമാസ് എന്നൊരു സംഘടന ഇസ്ലാമിക് ബ്രദർഹുഡിൻ്റെ ഒരു ഓഫ് ഷൂട്ട് ആണ് നമുക്കറിയാം. അപ്പോൾ ഈ ഇസ്ലാമിക് ബ്രദർഹുഡിൻ്റെ പ്രധാന ആശയങ്ങൾ, അവരുടെ ചാർട്ടറുകൾ, 1-2 ചാർട്ടറുകൾ പ്രധാനമായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ, അവർക്ക് നമുക്കറിയാം ഈ കേരളത്തിൽ ഈ പറയുന്ന വഖഫ് എന്ന് പറഞ്ഞൊരു കാര്യത്തെ പറ്റി കുറച്ചാൾ ഭയങ്കര ചർച്ച ഉണ്ടായിരുന്നു നമുക്കറിയാം. അപ്പോൾ ഒരു സ്ഥലം അവർ അധിനിവേശം ചെയ്ത് കഴിഞ്ഞാൽ അവരുടേതാണ്, അത് അവരുടെ ഈ ഒരു ദൈവത്തിനുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരുടെ ചർച്ചയ്ക്ക് പോകുന്നത്, അവരുടെ ചിന്തകൾ പോകുന്നത്. അത് നോൺ മുസ്ലിം ബിലീവേഴ്സിന് അത് ആ സ്ഥലം ഒരിക്കലും കൊടുക്കാൻ പാടില്ല എന്നതാണ് അവിടെ. ഇതേ ഒരു ചിന്ത തന്നെയാണ് ഈ ഇസ്ലാമിക് ബ്രദർഹുഡിലുള്ളത്. അതായത് പാലസ്തീൻ മുസ്ലിങ്ങളുടെയാണ്. അപ്പോൾ ഈ പാലസ്തീൻ അധിനിവേശമായ പല സ്ഥലങ്ങളും, ഇസ്രായേൽ ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളും, അത് ഈ ഓൾറെഡി വഖഫ് എന്നൊരു ചിന്താഗതി പൊസഷനിലുള്ളതാണ്. അതുകൊണ്ട് ഒരിക്കലും വേറെ നോൺ ബിലീവേഴ്സിന് ഒരിക്കലും ഈ സ്ഥലം സീഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇവരുടെ ബ്രദർഹുഡിലുള്ള പ്രധാനപ്പെട്ട ഒരു ചാർട്ടറിൽ പ്രധാനപ്പെട്ട ആശയം. അതാണ് ഈ പറയുന്ന ഹമാസിന് പ്രേരക ശക്തിയായിട്ടിരിക്കുന്ന ഒന്നാമത്തെ കാരണം. രണ്ടാമതായിട്ട് നമുക്കറിയാം, ഇവരൊരിക്കലും പീസ് ഡീൽ, അതായത് സമാധാനപരമായ യാതൊരു ചർച്ചയ്ക്കും ഇസ്ലാമിക് ബ്രദർഹുഡ് ഒരിക്കലും മുന്നോട്ട് വരില്ല എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ വെടിനിർത്തലിൽ ഇപ്പോൾ ഹമാസ് ചർച്ചയ്ക്ക് മുന്നോട്ട് വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇവരുടെ ചാർട്ടർ പ്രകാരം അനുസരിച്ച് ഒരു തരത്തിലുള്ള പീസ് നെഗോസിയേഷനിൽ ഇവർക്ക് യാതൊരു താല്പര്യമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ചാർട്ടർ ഉണ്ടാക്കി വെച്ചത് അങ്ങനെയാണ്. അപ്പോൾ അത് ബേസിക് ഓൾറെഡി അങ്ങനെയായിരിക്കുമ്പോൾ പുറത്ത് അവരുടെ താൽക്കാലികമായിട്ടൊരു ഫോർ എക്സാമ്പിൾ 1 മാസത്തേക്ക് വെടിനിർത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഇവർ വീണ്ടും വെടിവെപ്പ് തുടങ്ങും. അതാണ് നമുക്കറിയാം, ഈ കാരണം ചരിത്രത്തിലൂടെ പോകുമ്പോൾ നമുക്കറിയാവുന്നതാണ്. ഇതാണ് ഈ പറയുന്ന ഈ ഇസ്ലാമിക് ബ്രദർഹുഡിൻ്റെ ആശയങ്ങൾ തന്നെയാണ് ഹമാസിൻ്റെയും പ്രധാനപ്പെട്ട ആശയം. ഇവരുടെ പ്രധാന ഉദ്ദേശം നമുക്കറിയാം, ശരിയ ലോ എന്നുള്ളൊരു നിയമത്തിന് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ യത്നിക്കുന്നത്. ഇനി അടുത്തത് ഇസ്രായേലിൻ്റെ കാര്യം നമുക്ക് നോക്കാം. ഇസ്രായേലിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസ് എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഞാൻ പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഇസ്രായേൽ എന്നുള്ള രാജ്യത്തിന് വേണ്ടിയിട്ടും അവിടുത്തെ ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധമാണ് ഇസ്രായേൽ ശരിക്കും ചെയ്യുന്നത്. അതേസമയം ഹമാസ് ചെയ്യുന്നത് ഹമാസിനെ പ്രീണിപ്പെടുത്താൻ വേണ്ടി, അവർക്ക് വേണ്ടിയിട്ട് മാത്രം, അതായത് അവരുടെ വയറ് വീർപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു യുദ്ധം മാത്രമാണത്. അല്ലാതെ പാലസ്തീനിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. പാലസ്തീനിലെ ജനങ്ങൾക്കുള്ളത് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ നേരത്തെ നമ്മുടെ മിസ്റ്റർ അരുൺ പറഞ്ഞ പോലെ ഇസ്രായേലും അതുപോലെയുള്ള മറ്റു അന്താരാഷ്ട്ര സംഘടനകൾ കൊടുക്കുന്ന എയ്ഡുകൾ, അവരുടെ ഭക്ഷണ പൊതികൾ ഒരിക്കലും ഈ ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടു പോകില്ലായിരുന്നു. ഒരിക്കലും അങ്ങനെയല്ല. നമുക്കറിയാം, ഉദാഹരണത്തിന് യഹ്യ സിൻവർ, ഹമാസ് ഈ ഇസ്രായേൽ വധിച്ച് യഹ്യ സിൻവറിനെ പറ്റി നമുക്കറിയാം. അപ്പോൾ ഈ യഹ്യ സിൻവർ ഒരിക്കൽ ഇസ്രായേലിൻ്റെ തടവിലായിരുന്നു. അപ്പോൾ ഇസ്രായേൽ എങ്ങനെയാണ് യഹ്യ സിൻവറിനെ ട്രീറ്റ് ചെയ്തത് നമുക്കറിയാം. കുറച്ചാൾ മുമ്പ് പ്രചരിച്ച ഈ എവ്യതാർ ഡേവിഡിൻ്റെ ഒരു ചിത്രം, അതുപോലെ ഒരു വീഡിയോ നമുക്കറിയാം. സ്വയം പട്ടിണി കൊണ്ട് ശവക്കുഴി തോണ്ടാൻ വേണ്ടി ഹമാസ് ഈ എവ്യതാർ ഡേവിഡിനോട് പറഞ്ഞിരുന്ന ഒരു ഭാഗം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഹമാസ് എങ്ങനെയാണ് അവരുടെ ബന്ദികളോട്, അതായത് ഇസ്രായേൽ ബന്ദികളോട് പെരുമാറുന്നതെന്നും ഇസ്രായേൽ എങ്ങനെയാണ് ഈ പറയുന്ന തീവ്രവാദികളോട്, യഹ്യ സിൻവർ ഉൾപ്പെടെയുള്ള വ്യക്തികളോട്, അത് നേതാവായ ഉൾപ്പെടെ വ്യക്തികളോട് പെരുമാറിയതെന്നും ചരിത്രത്തിലൂടെ നോക്കുമ്പോൾ നമുക്കറിയാം. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ പറയുന്ന ഹമാസ് വെടിനിർത്തലിന് 2 മാസത്തേക്ക് 60 ദിവസത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ എന്തുകൊണ്ട് സമ്മതിക്കില്ല എന്ന് വെച്ചാൽ, ഈ നേരത്തെ പറഞ്ഞതുപോലെ ഘട്ടം ഘട്ടമായിട്ടുള്ള ഒരു ബന്ദിമോചനത്തിന് ഇസ്രായേൽ തയ്യാറല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാരണം. 10 ബന്ദികളെ ഞങ്ങൾ കൊടുത്തയക്കാം, അപ്പോൾ ഞങ്ങൾ ഇത്ര നാളത്തേക്ക് ഞങ്ങൾ വെടി നിർത്തണം എന്നുള്ളതല്ല. ഇപ്പോൾ 50 ബന്ദികൾ ഉണ്ടെന്നാണ് ഈ പറഞ്ഞ ഇസ്രായേൽ ഇപ്പോൾ നേതൃത്വം പറയുന്നത്. ഈ 50 ബന്ദികൾ ഒരുമിച്ച് വിട്ടയച്ചാൽ മാത്രമാണ് ഈ പറയുന്നത് ജീവിച്ചിരിക്കുന്നുള്ളൂ. 20 പേര് മാത്രമേ ജീവിച്ചിരിക്കുന്നുള്ളൂ. പ്ലസ് അവരുടെ ഈ പറയുന്ന മരിച്ചുപോയ ആളുകളുടെ ഈ ശവശരീരങ്ങൾ ഉൾപ്പെടെ വിട്ടു നൽകിയാൽ മാത്രമാണ് ഈ യുദ്ധം അവസാനിക്കുകയുള്ളൂ എന്നാണ് ഇസ്രായേലിൻ്റെ പക്ഷം. പക്ഷെ എങ്കിലും യുദ്ധം അവിടെ അവസാനിക്കുന്ന എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല, എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഹമാസ് വീണ്ടും എന്തിനാണ് ഈ ബന്ദികളെ പിടിച്ചുകൊണ്ട് പോയതെന്നാണ് ചോദ്യം. അതായത് 2023 എന്തിനാണ് ഈ ബന്ദികളെ പിടിച്ചുകൊണ്ട് പോയതെന്നാണ് ചോദ്യം വരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറയുന്ന ലാൻഡിന് വേണ്ടിയിട്ടാണ്. ഈ പറയുന്ന ഈ ഇസ്രായേൽ ഇവരുടെ ലാൻഡ് അധിനിവേശം ചെയ്തു. നമുക്കറിയാം, ഈ പറയുന്ന ഏകദേശം മിക്ക തീവ്രവാദ ഇസ്ലാമിക് ചിന്താഗതിക്കാരും അല്ലെങ്കിൽ ഇസ്ലാമിക് സംഘടനകൾ മുഴുവനും, തീവ്രവാദികളായ ഇസ്ലാമിക് ചിന്തകൾ മുഴുവനും ഈ ആൻറ്റി സയനിസ്റ്റ് ആയിട്ടുള്ള ചിന്താഗതികൾ, നാസികൾ വെച്ച് പുലർത്തിയ അതേ ആൻറ്റി സയനിസ്റ്റ് ആയിട്ട് ചിന്തകൾ വെച്ച് പുലർത്തിയ ആൾക്കാരാണ്. അപ്പോൾ ഒരു ജൂതനെയോ അല്ലെങ്കിൽ കാഫിറുകളെയോ നോൺ മുസ്ലിം ആയിട്ടുള്ള ആരെയും കണ്ടുപോകരുത്, അല്ലെങ്കിൽ കൊന്നു കളയണമെന്നാണ് അവരുടെ ഒരു നിയമം അനുസരിച്ച്, അവരുടെ ശരിയ നിയമം അനുസരിച്ചോ അങ്ങനെ ഒരു നിയമം അനുസരിച്ച് അവരുടെ ചിന്താഗതി. അപ്പോൾ ഈ ബന്ദികളെ വിട്ടുകൊടുത്തോ 50 അല്ലെങ്കിൽ ഈ പറയുന്ന ശവശരീരങ്ങൾ പ്ലസ് ഉൾപ്പെടെ
20 ജീവനോടെയുള്ള 20 പേരെ വിട്ടുകൊടുത്തുകൊണ്ട് ഈ യുദ്ധം അവസാനിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എപ്പോഴെങ്കിലും വീണ്ടും ഈ ഹമാസ് പോലെയുള്ള തീവ്രവാദ സംഘടനകൾ പല രാജ്യത്തു നിന്നും ഈ പറയുന്ന പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ജൂതന്മാർ ഒരു കണ്ടെടുത്താൽ കണ്ടുകൂടാ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന പാലസ്തീൻ്റെ ആൾക്കാരുടെ ചിന്താഗതി അനുസരിച്ച് ഒരു പക്ഷേ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുന്നതാണ് പാലസ്തീനിലെ പല ആൾക്കാരും. നമുക്കറിയാം, ഈ ഇസ്രായേലിൽ നിന്ന് ആദ്യം പിടിച്ചുകൊണ്ടുവന്ന ഈ സൈനികരെ, പ്രത്യേകിച്ച് ഈ പറയുന്ന സ്ത്രീകളെ ഇവർ കൊണ്ടുവന്ന് പാലസ്തീനിൽ കൊണ്ടുവന്നിട്ട് റേപ്പ് ചെയ്ത് അവിടെ നമുക്കറിയാം, അവിടെയുള്ള ആളുകളൊക്കെ ഇവർക്കെതിരെ ജയ് വിളിക്കുകയും വലിയ വലിയ അട്ടഹാസം മുഴക്കിയതുള്ള കാര്യങ്ങൾ വാർത്തകൾ നമുക്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരെ കണ്ടെടുത്താൽ അങ്ങനെ ഇവരെ ഈ പറയുന്ന ഒരു ജനതയെ, കുഞ്ഞു പിള്ളേരെ അങ്ങനെ മൊത്തം ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഹമാസിൻ്റെ നേതാവ് മരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഹമാസ് പോയിന്റ് പുറത്തു വരും. അപ്പോൾ ഈ യുദ്ധം അവസാനിക്കുന്ന കാര്യത്തിൽ ഒരു പക്ഷേ 50 ഈ പറയുന്ന 20 ജീവനോടുള്ള ആൾക്കാരെയും ശവശരീരങ്ങളും കൊടുത്ത് താൽക്കാലികമായിട്ട് യുദ്ധം അവസാനിച്ചാലും പെർമനൻ്റ് ആയിട്ടുള്ള ഒരു യുദ്ധത്തിൻ്റെ അവസാനം നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണത്തോടുള്ളൂ, ഇവരുടെ ബ്രദർഹുഡ് നിയമം അനുസരിച്ച് ഇപ്പോഴും ഈ ഇസ്രായേൽ എന്ന രാജ്യം അല്ലെങ്കിൽ അതിൻ്റെ പരിസര പ്രദേശങ്ങൾ ആരുടെ കീഴിലാണ്? ഈ പറയുന്ന ഈ ഇസ്ലാം ബ്രദർഹുഡ് അല്ലെങ്കിൽ ഇസ്ലാമിക് ടെറിട്ടറി ആയിട്ടാണ്, വഖഫ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ വഖഫ് എന്ന പേരിലാണ് അറിയപ്പെടുന്നതെങ്കിൽ ഒരിക്കലും നോൺ ബിലീവേഴ്സ് ഒരിക്കലും അവിടെ രാജ്യം സ്ഥാപിക്കാൻ പാടില്ല. പിന്നെ ഇവരുടെ ആൻറ്റി സയനിസ്റ്റ് ആയിട്ടുള്ള ചിന്താഗതികളാണ് രണ്ടാമത്തെ കാരണം. അപ്പോൾ ഇങ്ങനെ 2-3 ഇവർ ചരിത്ര പശ്ചാത്തലമുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാരണങ്ങൾ ഉള്ളതുകൊണ്ട് ഈ യുദ്ധം അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇനി ഹമാസ് എന്തുകൊണ്ട് ഇത് വെറുക്കുന്നുള്ള കാര്യത്തിന് നമുക്ക് ഓൾറെഡി ഉത്തരം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ലാൻഡിൻ്റെ കാര്യത്തിൽ അവർ പറയുന്നു, അതുപോലെ തന്നെ ഇവരുടെ നിയമത്തിൻ്റെ ശരിയായ കാര്യത്തിൽ അങ്ങനെ കുറച്ച് 1-2 കാര്യങ്ങൾ പറയുന്നു. ഇസ്രായേൽ ശരിക്കും വെറുക്കുന്നത് പാലസ്തീനുകാരെ അല്ല വെറുക്കുന്നത്, ഇസ്രായേൽ വെറുക്കുന്നത് ഹമാസ് എന്ന തീവ്രവാദികളെ മാത്രമാണ്. വെറുക്കുന്നു എന്നതിനേക്കാൾ ഉപരി ആ ഒരു ചിന്താഗതിയെ, ആ ഒരു വിഷം നിറഞ്ഞ അല്ലെങ്കിൽ വിഷലിപ്തമായ ചിന്താഗതിയെ ഉന്മൂലനം ചെയ്യുക എന്നതാണ് ഈ പറയുന്ന ഇസ്രായേൽ നടത്തുന്ന അവരുടെ പ്രധാനപ്പെട്ട എല്ലാ ആക്ഷൻ്റെയും പിന്നിലുള്ള ഒരു ചേതോവികാരം. അല്ലാതെ ഈ പാലസ്തീനിലെ ആൾ നശിപ്പിച്ചിട്ട് ഇസ്രായേലിന് പ്രത്യേകിച്ചൊന്നും ഒരു ഗുണവും അവർക്ക് കിട്ടാനില്ല. നമുക്കറിയാം, ഇസ്രായേലിലാണ് പലപ്പോഴും ഗാസയിലുള്ള പല ജനങ്ങൾക്ക് എയ്ഡ് കൊടുക്കുന്നത് നമുക്കറിയാം, പലപ്പോഴും കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ പ്രധാന ലക്ഷ്യം ഹമാസിനെ ഇല്ലാതാക്കുക. കാരണം ഹമാസ് പാലസ്തീനിലുള്ള സാധാരണ ആളുകൾക്കും അതേസമയം ഇസ്രായേൽക്കാർക്കും ഒരേ സമയം അവർ എപ്പോഴും ആപത്താണ്. അതാണ് ഇതിൻ്റെ പിന്നിലുള്ള, ഇസ്രായേൽ എന്തുകൊണ്ട് ഹമാസിന് വെറുക്കുന്നുള്ളൊരു ചേതവികാരത്തിൻ്റെ പിന്നിൽ പറയാൻ സാധിക്കും. അത് കറക്റ്റാണ്. ഒരു ചെറിയൊരു ഉദാഹരണം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു ബോധമുള്ള ഒരു മനുഷ്യനും ഒരു രാജവെമ്പാലയോ അല്ലെങ്കിൽ മൂർഖനെയോ വളർത്തുകയില്ല. ഇപ്പോൾ രാജവെമ്പാലയോ മൂർഖനും പറയുകയാണ്, ഞാൻ നിങ്ങൾക്കൊരു ഉപദ്രവം ചെയ്യില്ല, വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു പൊത്തിൽ കയറി സ്വസ്ഥമായിട്ട് ഇരുന്നോളാം എന്ന് പറഞ്ഞാൽ ബോധമുള്ളൊരു മനുഷ്യനും അത് വിശ്വസിക്കില്ല. അത് തന്നെയാണ് ഇസ്രായേലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ അപകടം ചെയ്യുന്ന രാജവെമ്പാലയാണ്, മൂർഖനാണ് ഈ ഹമാസ് എന്ന് പറയുന്നത്. ഞങ്ങളൊന്നും ചെയ്യില്ല, ഞങ്ങളിനി ഒന്നും നിങ്ങൾ ഉപദ്രവിക്കാൻ വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇസ്രായേലിന് വിശ്വസിക്കാൻ സാധിക്കില്ല. ജോൺ പറഞ്ഞതുപോലെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള മാസങ്ങൾ നീണ്ടുനിന്ന, വർഷങ്ങൾ നീണ്ടുനിന്ന പല സംഘർഷങ്ങളും ഹമാസുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന് നടത്തേണ്ടി വന്നിട്ടുണ്ട്. ആ ഘട്ടത്തിലൊക്കെ ഒരു വെടിനിർത്തലിലേക്ക് ഇസ്രായേൽ പോകേണ്ടി വന്നു. ഹമാസ് ഇനിയൊന്നും ഞങ്ങൾ ആക്രമിക്കില്ല എന്ന രീതിയിലേക്കൊക്കെ ഹമാസ് ചില നിലപാടുകൾ എടുക്കുന്നു. പക്ഷേ വീണ്ടും അവർ റീഎക്യുപ്പ് ചെയ്യുന്നു. അതായത് ഒരു 5 വർഷം കഴിയുമ്പോൾ, 4 വർഷം കഴിയുമ്പോൾ ആയുധങ്ങൾ മേടിച്ചു കൂട്ടുന്നു, സംഭരിക്കുന്നു, സാമ്പത്തിക സഹായം ലഭിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഇസ്രായേലിനെ ആക്രമിക്കുന്നു, വീണ്ടും ഈ കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ സൈക്കിളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിൻ്റെ കൺമുമ്പിൽ നടക്കുന്നൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഏറ്റവും ആത്യന്തികമായിട്ടൊരു ഫൈനൽ ഡിസിഷനിലേക്ക് ഒരുപക്ഷെ ഇസ്രായേൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഗാസയിൽ ഒരു ഹമാസ് ഭീകരനും ഒരു ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തെ പിന്തുണയ്ക്കുന്ന ഒരു വ്യക്തിയും ഇനി ഉണ്ടാകാൻ പാടില്ല എന്നൊരു നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെയാണ് ഇസ്രായേൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇസ്രായേൽ നടത്തുന്ന ഈ സൈനിക നടപടിക്ക് പിന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഈ ഗാസയിൽ കാണുന്ന ഒരു ലോകമല്ല, മറ്റൊരു പാരലൽ വേൾഡ് അല്ലെങ്കിൽ ഒരു പാരലൽ യൂണിവേഴ്സ് ഈ ഗാസയുടെ ഭൂമിക്കടിയിൽ ഇപ്പോഴും ഉണ്ട് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇപ്പോൾ അരുൺ പറഞ്ഞതുപോലെ ഈ ഇസ്രായേൽ സൈനിക ഓപ്പറേഷൻ നടത്തിയിട്ടുള്ള മേഖലകളിൽ ടണലുകളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അധിവസിക്കുന്ന മേഖലയുടെ അടിയിൽ അതിനൂതന സാങ്കേതിക വിദ്യകളൊക്കെ ഉള്ള ആയുധങ്ങൾ സംഭരിച്ചു വെച്ചിരിക്കുന്ന ഹമാസ് ഭീകരർ യഥേഷ്ടം വസിക്കുന്ന, സുഖമായി വസിക്കുന്ന നിരവധി അണ്ടർഗ്രൗണ്ട് ടണലുകളുണ്ട്. അതായത് പാരലൽ വേൾഡ് ഇതിൻ്റെ തൊട്ടടിയിലുണ്ട്. അത് അവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം അത് ഇസ്രായേലിന് എല്ലാ കാലത്തും ഭീഷണിയാണ്.
അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്ന ഗാസ സിറ്റിയിൽ നടത്തുന്ന ഈ ഒരു സൈനിക ഓപ്പറേഷൻ ഒരുപക്ഷെ ലക്ഷ്യം വെക്കുന്നത് ഭൂമിക്ക് മുകളിലുള്ള കെട്ടിടങ്ങളൊന്നും ആയിരിക്കത്തില്ല. അതിൻ്റെ അടിയിലുള്ള അണ്ടർഗ്രൗണ്ട് ടണൽസാണ് അവിടെ ജീവിക്കുന്ന, അല്ലെങ്കിൽ അവിടെ തക്കം പാർത്ത് ഇസ്രായേലിനെ ആക്രമിക്കാൻ കാത്തിരിക്കുന്ന ഹമാസ് ഭീകരരാണ്. ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ഇതിനു മുമ്പ് നടന്ന ബന്ദി മോചനത്തിൽ, ഒരു ഇസ്രായേൽ ബന്ദിയുടെ മോചനത്തിന് വേണ്ടിയിട്ട് നിരവധി പാലസ്തീൻ തടവുകാരെയാണ്, ഇസ്രായേലിൻ്റെ ജയിലിൽ കഴിയുന്ന നിരവധി പാലസ്തീൻ തടവുകാരെയാണ് ഇസ്രായേലിന് മോചിപ്പിക്കേണ്ടി വന്നത്. അതായത് ഹമാസ് ഭീകര സംഘടനയിലേക്ക് ആളുകളെ പമ്പ് ചെയ്യേണ്ട ഒരു ഗതികേട് ഒരു ഇസ്രായേൽ ബന്ദിയുടെ മോചനത്തിന് വേണ്ടി ഇസ്രായേൽ നടത്തേണ്ടി വരുന്നു. ഇവരുടെ ഉള്ളിലൊക്കെ ഇസ്രായേലിനെതിരെയുള്ള വിഷം നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ഒരു വെടിനിർത്തലിലേക്ക് പോയി കഴിഞ്ഞാൽ കൂടിപ്പോയ ജോൺ പറഞ്ഞതുപോലെ 2-3 വർഷം മാത്രം മതി. അതിനുള്ളിൽ ഇവർക്ക് ഈ അണ്ടർഗ്രൗണ്ട് ടണലുകളൊക്കെ നന്നാക്കിയെടുക്കാം, ആയുധങ്ങൾ സംഭരിക്കാം. വീണ്ടും ഒക്ടോബർ 7-ാം തീയതി ഇവർ നടത്തിയ ആക്രമണത്തേക്കാൾ ഭീകരമായിട്ടുള്ളൊരു ആക്രമണം ഇസ്രായേലിൽ നിന്ന് നടത്താനുള്ള എല്ലാ സാധ്യതയുണ്ട്. അത് ഇനി ഇസ്രായേൽ ഒരു കാരണവശാലും വെച്ച് പുറപ്പിക്കില്ല. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ ഓപ്പറേഷൻ ഗിദെയോൻ ചാരിറ്റ്സ് അതിൻ്റെ 2ാം ഘട്ടം എത്രത്തോളം വിജയിക്കും, ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള ഒരു അഡ്വാൻറ്റേജ് അതുകൂടി ഒന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ഈ ഒരു ഘട്ടത്തിൽ മറ്റ് സൈനിക നടപടികളെ ഒരുപക്ഷെ വളരെ നാളുകൾക്ക് ശേഷം വലിയ രീതിയിലുള്ള സൈനിക ഓപ്പറേഷൻ ഇസ്രായേൽ നടത്തുന്നുണ്ട്. ഏകദേശം 50,000-ഓളം വരുന്ന റിസർവ് സൈനികരെ ഇസ്രായേൽ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയൊരു സൈനിക നടപടിയാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. പക്ഷേ എങ്കിൽ പോലും ഒരു ഗ്രൗണ്ട് ലെവലിൽ ഈ ഒരു സൈനിക ഓപ്പറേഷന് അത്ര വലിയൊരു പിന്തുണ ലഭിക്കുന്നില്ല എന്നാണ് പല വാർത്തകളും മുന്നോട്ട് നമുക്ക് വാർത്തകൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇസ്രായേലിൻ്റെ ഉള്ളിൽ പോലും ഈ ഒരു സൈനിക നടപടിക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു എതിർപ്പുണ്ട് എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഇനി ഏറ്റവും ആത്യന്തികമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കും, തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ഗാസയിലേക്ക് ഇസ്രായേൽ ഗിദെയോൻ്റെ രഥം വീണ്ടും ഉരുളുമ്പോൾ അത് മറ്റ് രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അത് ഫാർ റീച്ചിങ് ആണ്. ഇപ്പോൾ അരുൺ സൂചിപ്പിച്ചു, വലിയ ജനവാസ മേഖലയിലേക്കാണ് ഇസ്രായേൽ സൈനിക നടപടി ആരംഭിക്കാൻ പോകുന്നത്. അത് ഒരു പക്ഷേ ഏതെങ്കിലും സാഹചര്യത്തിൽ കൈവിട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ മനുഷ്യാവകാശത്തിൻ്റെ പേര് പറഞ്ഞ്, പാലസ്തീൻ്റെ പേര് പറഞ്ഞ് യൂറോപ്പിൻ്റെ തെരുവുകൾ രക്തരൂക്ഷിതമായിട്ടുള്ള പല കലാപങ്ങൾക്കും സാക്ഷ്യം വഹിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനവർ തക്കം പാർത്തിരിക്കുകയാണ്. ഒരുപക്ഷെ ഹമാസ് അല്ലെങ്കിൽ ഹമാസിൻ്റെ തലതൊട്ടപ്പനായി മുസ്ലിം ബ്രദർഹുഡ് പോലും ഈ ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതിൻ്റെ പേര് പറഞ്ഞിട്ട് വേണം യൂറോപ്പിൻ്റെ തെരുവുകൾ, ഒരുപക്ഷെ നമ്മുടെ ഭാരതത്തിൻ്റെ തെരുവുകൾ വരെ ഇങ്ങനെ കലുഷിതമാക്കാനുള്ള ഒരു തക്കം അവർ പാർത്തിരിക്കുകയാണ്. അതിനാൽ കാര്യങ്ങൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് തന്മയത്വത്തോടെ വിവേകത്തോടെ സാഹചര്യങ്ങളെ നോക്കിക്കണ്ട് കൈകാര്യം ചെയ്യുവാൻ ഇസ്രായേലിന് സാധിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ. ഇനി വരുന്ന 2-3 ദിവസങ്ങൾ എന്ന് പറയുന്നത് അതീവ നിർണായകമാണ്. അത് ഇസ്രായേലിനെ മാത്രമല്ല ബാധിക്കുന്നത്, ലോകം മുഴുവനും അതിൻ്റെ ഒരു അലയൊലികൾ, അതിൻ്റെ പ്രതിഫലനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മധ്യപൂർവേഷ്യ മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ്, ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. 22 മാസം നീണ്ടു നിൽക്കുന്ന യുദ്ധം അവസാനിക്കുമോ, അതോ അത് അതിനേക്കാൾ രൂക്ഷമായിട്ടുള്ള ഒരു തലത്തിലേക്ക് കടക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ലോകത്തിൻ്റെ മുൻപിലുള്ളത്. അതിനിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് വന്നു കഴിഞ്ഞിരിക്കുന്നു. അത് നിലപാട് ഞങ്ങളിവിടെ പങ്കുവയ്ക്കുകയുണ്ട്. തീർച്ചയായിട്ടും അത് സൃഷ്ടിക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ ഫാർ റീച്ചിങ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് തന്നെയാണ്. അതിനാൽ ജാഗ്രതയോടുകൂടി തന്നെ മധ്യപൂർവേഷ്യയിലെ സംഭവവികാസങ്ങളെ നമുക്ക് നോക്കിക്കാണാം. എത്രയും വേഗം സമാധാനം മധ്യപൂർവേഷ്യയിൽ സംജാതമാകട്ടെ. ഇസ്രായേലിന് പ്രതിരോധിക്കുവാനുള്ള എല്ലാ അവകാശവുമുണ്ട്. അവരുടെ നിലനിൽപ്പിൻ്റെ ഭാവിയിലേക്കുള്ള അവരുടെ നിലനിൽപ്പിനെ ബാധിക്കാത്ത രീതിയിലുള്ള ഒരു സമാധാന കരാർ അത് അവിടെ സംജാതമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. മാത്രമല്ല, യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്ന് നമുക്ക് വ്യക്തമാണ്. യുദ്ധം ബാധിക്കുന്നത് അത് ഇരു കൂട്ടരുടെയും ഭാഗത്ത് താമസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ തന്നെയാണ്. അതിനാൽ യുദ്ധം എത്രയും വേഗം അവസാനിക്കട്ടെ. ഒപ്പം തന്നെ ഇസ്രായേലിന് ശാശ്വതമായിട്ടുള്ള ഒരു സെക്യൂറായിട്ടുള്ള ഒരു ഭാവി കൂടി അവിടെ സംജാതമാകട്ടെ. അത്തരത്തിലേക്ക് സമാധാന കരാർ നീങ്ങട്ടെ. ഹമാസ് ഭീകരരെ എന്നേക്കുമായി ഭൂമുഖത്തു നിന്നും ഇല്ലായ്മ ചെയ്യുവാനുള്ള ഇസ്രായേലിൻ്റെ നടപടികൾ വിജയിക്കട്ടെ. ഗാസയിൽ സമാധാനം പുലരട്ടെ, ഇസ്രായേലിലും സമാധാനം പുലരട്ടെ, മധ്യപൂർവേഷ്യയിൽ സമാധാനം പുലരട്ടെ എന്ന നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.